ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസാണ് കേട്ടോ. വാലൻറ്റൈൻസ് ഡേ അല്ലേ കഴിഞ്ഞത്, അപ്പോൾ അതിന് സർപ്രൈസ് കൊടുത്തതായിരുന്നു. അപ്പോൾ അതിന് പോയിട്ടുള്ള എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവുക. അപ്പോൾ മലബാറിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, എടപ്പാൾ കേട്ടോ. അങ്ങനെ എടപ്പാൾ മലബാറിലേക്ക് പോയോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോയിട്ട് മലബാറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പോയതിൻ്റെ ശേഷമാണ് ഓർമ്മ വന്നത്, അയ്യോ മലബാർ ഗോൾഡ് കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് തിരിച്ചിട്ട് ഇത് ഞങ്ങളിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഉണ്ടല്ലോ, എന്താ പറയുക ഡയമണ്ടിൻ്റെ ഒക്കെ. അപ്പോൾ സ്റ്റാഫും കാര്യങ്ങളൊന്നും ആരുമില്ല അവിടെ. ഫസ്റ്റ് ഫ്ലോറിൽ ആരും കാണണമെന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ ആരുമില്ല എന്ന് വെച്ചാൽ ഷോപ്പാണെങ്കിൽ ഓപ്പൺ ആണെന്ന്. അപ്പോൾ പിന്നെ അവിടുത്തെ ആൾ പറഞ്ഞ് അവിടെ മുകളിൽ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞ്. അങ്ങനെ വന്നതാണ് കേട്ടോ. തിരക്കുകൾക്കിടയിൽ നമുക്ക് നമ്മുടെ ഓരോ സക്സസും കാണാനായിട്ട് ഓടിയെത്തുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഒരു വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരാളാണ്. താങ്ക് യു ജാവിദ്. അടുത്തതായിട്ട് മലബാറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താന്നുള്ളത്. ഗുഡ് മോർണിംഗ്. ആദ്യം ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. ഭയങ്കര സന്തോഷം ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഈ ഒരു വലിയൊരു ഫംഗ്ഷനിൽ ഒരു ഭാഗമാവാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്താ ഏത് ഫംഗ്ഷൻസ് നമുക്ക് ഫസ്റ്റ് നമുക്ക് വരുമ്പോൾ തന്നെ മലബാറാണ് ഓടി വരിക. കാരണം മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള അത്രയും കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പടി മുകളിലാണ് മലബാർ. അപ്പോൾ ഇനി എൻ്റെ ഇപ്പോൾ നമ്മൾ വീട്ടിലെ ഓരോ ഫംഗ്ഷൻസ് വരുമ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ മലബാറിനാണ് കൊടുക്കുന്നത്. കാരണം മെമ്മറബിൾ ആക്കും, നമുക്ക് വേണ്ട അത്രയും ഡിസൈൻസ് ഇവർ പറഞ്ഞ രീതിക്ക് ചെയ്തു തരാൻ അവരെ കൊണ്ട് പറ്റും. നല്ല കസ്റ്റമർ സർവീസാണ്. അത്രയും പിന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ മുകളിൽ വന്ന് നോക്കുമ്പോൾ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ഉള്ള കളക്ഷൻസൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ വന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇവിടെ മലബാർ ഗോൾഡിൽ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സാണ് കേട്ടോ. അപ്പോൾ അവയിൽ സെലക്റ്റീവായ 3 പേരെ ഇവർ ഇൻവൈറ്റ് ചെയ്തതാണ്. കുറേ പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരാനുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ 3 പേരാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരിവിടെ സ്ഥിരം കസ്റ്റമറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കിത് സത്യം പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. കാരണം അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ആവാൻ പറ്റിയല്ലോ. അങ്ങനെ അപ്പോൾ ഇത് അവർ 3 പേരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യലാണ് കേട്ടോ. അങ്ങനത്തെ കേക്ക് കട്ട് ചെയ്യലും അതേപോലെ അവരുടെ ഷോപ്പിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ 3 പേരും കൂടിയിട്ട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും അത് കൊണ്ടുവന്ന് തന്നിട്ട് ഞങ്ങളൊക്കെ കേക്കൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ കേക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ട് അപ്പം തന്നെ പൂവാച്ചിട്ട് വന്നതാണ്. പിന്നെ ഈ പ്രോഗ്രാം കഴിയട്ടെ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് അറിയുന്ന സ്റ്റാഫുണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് അനിയത്തിൻ്റെ ഗോൾഡ് എടുത്തതും മാരേജിന് ഗോൾഡ് എടുത്തതൊക്കെ ഇവിടെ നിന്ന് തന്നെ മലബാർ ഗോൾഡിൽ തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡിൽ വരിക ഇപ്പോൾ ഈ ഒരു റിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഡയമണ്ടിൻ്റെ. അപ്പോഴും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി മൈൻഡിൽ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലബാർ ഗോൾഡ് തന്നെയാണ്. കാരണം ഇവിടെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രോഗ്രാമൊക്കെ ഏകദേശം അവസാനിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇതേപോലത്തെ കളക്ഷൻസൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ റിങ് എടുക്കാനാണ് കേട്ടോ നിന്നത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് എല്ലാം കാണാൻ ഒന്നുകൂടി ഭംഗിയുണ്ടാകും, സിമ്പിളായിരിക്കുമല്ലോ. അങ്ങനെ കുറേ മോതിരമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് നോക്കിയതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ളതുണ്ട്. ഡയമണ്ട് കളക്ഷൻസിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒന്നിനും മെച്ചെന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു, നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ള തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കയ്യിലിട്ടിട്ട് കാണുന്നതൊക്കെ കുറച്ച് ഹെവിയാണ്, കുറേ സ്റ്റോൺ ഉണ്ട് ഡയമണ്ടിൻ്റെ.
അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ അത് അവർ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടാണ്. കാണാൻ കുറച്ച് ഭംഗിയുള്ള ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നാൽ സിമ്പിളും അല്ല, എന്നാൽ കുറച്ച് ഹെവി അല്ല, അങ്ങനെ ആയിട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വാലന്റൈൻസ് ഡേ ഞങ്ങൾ അന്ന് ഫ്രൈഡേ തന്നെയാണ് കേട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അന്നായിരുന്നു ഈ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ടുള്ള കുറേ റോസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളും കുറയ്ക്കണ്ടല്ലോ, അങ്ങനെ വീഡിയോക്കൊക്കെ നിന്ന് പോസ് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങളിതാ റിങ്ങൊക്കെ എടുത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എടുക്കുമ്പോൾ. കാരണം കുറേ എണ്ണം ഒന്ന് സിമ്പിളായിട്ട് കാണുമ്പോൾ ഏതെടുക്കേണ്ടി എന്നുള്ളൊരൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫൈനലി ഒരു നല്ല ഭംഗിയുള്ള തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നൊരു പ്രോഗ്രാം നടന്നതല്ലേ, പിന്നെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇത് എന്താ പറയുക വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഞങ്ങളിതാ ബില്ലൊക്കെ പേ ചെയ്ത് ഇതാണ് കേട്ടോ എടുത്തത്. കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവർ കാർഡൊക്കെ നല്ലോണം കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഡയമണ്ട് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ ഡയമണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് ആർക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലേ, അത് മറന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താത്താടെ മോൻ്റെ കല്യാണം ഇപ്പം അടുത്ത കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാനുവിൻ്റെ. അപ്പോൾ അവന് വ്യാഴാഴ്ച വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബിക്ക് സർപ്രൈസ് ചെയ്യണം, ഈ പോയിട്ട് റിങ് വാങ്ങിക്കണം എന്നൊക്കെ. അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു ബൊക്കൊക്കെ വാങ്ങിക്കാൻ നല്ല ആഗ്രഹിച്ചിട്ടൊക്കെ വന്നതാണ്. പിന്നെ വാലന്റൈൻസ് ഡേ അല്ലേ, എല്ലായിടത്തും ഒറിജിനൽ ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയതും വെച്ചിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ അത് അവൾക്ക് സർപ്രൈസ് ചെയ്തിട്ടാ. ശരിക്കും അവൾ നല്ല ഷോക്കായിട്ടുണ്ടായിരുന്നു. കാരണം തലേ ദിവസം പോകുമ്പോൾ അവളൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റീൽസൊക്കെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ട്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സന്തോഷപ്രകടനം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനത്തെ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും പിന്നെ കേക്ക് കട്ട് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ഞാൻ ഉണ്ടായിരുന്നില്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സബി കേക്കൊക്കെ ഓർഡറാക്കി കേക്ക് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.